BJP അങ്ങനെ അക്കൗണ്ടില്ല, പക്ഷെ ഞങ്ങൾ അക്കൗണ്ട് തുറപ്പിക്കില്ല എന്ന് അതിശക്തമായി പിണറായി വിജയനോ VD സതീശനോ പറയുന്നുണ്ടോ? ഞങ്ങൾക്ക് പൂട്ടിക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ അക്കൗണ്ട് തുറപ്പിക്കാൻ കഴിയുമെന്നോ UDF-നോ LDF-നോ ആത്മവിശ്വാസമല്ല. ചിലപ്പോൾ ജയിച്ചേക്കാമെന്നാണ്. അങ്ങനെ ജയിച്ചേക്കാമെന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് ഈ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. BJP ഒരു ഭീഷണിയായി ഏത് മുന്നണിക്കാണ് ഇപ്പോൾ തോന്നുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. BJPയെ ചെറുക്കേണ്ടതുണ്ട്. BJPക്ക് ഒരു സീറ്റ് പോലും ഇവിടെ കൊടുക്കേണ്ടതില്ല. 2021 അസംബ്ലി ഇലക്ഷൻ തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയൊരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, എന്താണ്, ഇവിടെ തുറന്ന അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. അത് പൂട്ടിച്ചു. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പൂട്ടിക്കുമെന്ന് പറഞ്ഞു, പൂട്ടിച്ചു. അത് എന്താണ്, അത് CPM-ൻ്റെ ഒരു ലക്ഷ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ലക്ഷ്യമാണ് ഇത് പൂട്ടിക്കുമെന്നുള്ളത്. ഇപ്പോൾ ഇന്ന് BJPക്ക് അങ്ങനെ അക്കൗണ്ടില്ല, പൂട്ടിക്കാൻ അക്കൗണ്ടില്ല, പക്ഷെ ഞങ്ങൾ അക്കൗണ്ട് തുറപ്പിക്കില്ല എന്ന് അതിശക്തമായി പിണറായി വിജയനോ VD സതീശനോ പറയുന്നുണ്ടോ? എന്തുകൊണ്ട് പറയുന്നില്ല? അതായത് അവർക്ക് ഉറപ്പില്ല ഞങ്ങൾക്ക് പൂട്ടിക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ അക്കൗണ്ട് തുറപ്പിക്കാൻ കഴിയുമെന്നോ UDF-നോ LDF-നോ ആത്മവിശ്വാസമല്ല. ചിലപ്പോൾ ജയിച്ചേക്കാമെന്നാണ്. അങ്ങനെ ജയിച്ചേക്കാമെന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് ഈ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. അങ്ങനെ ജയിച്ചേക്കാം, പാലക്കാട് ജയിച്ചേക്കാം, അല്ലെങ്കിൽ നേമത്ത് ജയിച്ചേക്കാം എന്നൊക്കെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്ന ഇവരുടെ സ്ഥാനാർത്ഥി ഇവരതിനെ എന്താണ് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഞാനിതിനെ ഡീൽ എന്നല്ല പറയുക, ഇതങ്ങനെ ഡീൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി നേരത്തെ ജിമ്മി വിശദീകരിച്ചതുപോലെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. CPM-നെ സംബന്ധിച്ച് അവർക്ക് തുടർഭരണം വേണമെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്യണം? കോൺഗ്രസ് തോൽക്കണം. അപ്പോൾ ഒരേ കോമൺ ഇൻട്രസ്റ്റ് ഉള്ള രണ്ട് പാർട്ടികൾ CPM-ഉം BJP-യും ഉണ്ട്. അതിന് നമ്മൾ ഡീൽ എന്ന് ആരോപിക്കേണ്ട ആവശ്യമില്ല. അവർ പരസ്യമായി പറയുന്ന കാര്യം തന്നെയാണത്. അതിന് ഡീലാക്കുന്നത് എന്തിനാണ്? രണ്ടുപേർക്കും കോമൺ ഇൻട്രസ്റ്റ് ആണ്. ആ കോമൺ ഇൻട്രസ്റ്റ് വെച്ച് അവർ പ്രവർത്തിക്കുന്നതിന് ഡീൽ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഞാനിവിടെ വേറൊരു ഫാക്ടർ RSS-നെ കുറിച്ചാണ്. ഇപ്പോൾ എന്തുകൊണ്ട് 2022 സ്ഥാനാർത്ഥി NDA എന്ന മുന്നണി ദുർബലമാവുന്നു, BJP എന്ന പാർട്ടി ശക്തമാവുന്നതുകൊണ്ടാണ്. NDA സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിനേക്കാൾ പവർഫുള്ളാണ് കേരളത്തിൽ BJP സ്ഥാനാർത്ഥി എന്ന് പറയാം. കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യത അതിനാണ്. ഈ NDAയുടെ പരസ്യ ബോർഡുകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക. NDAയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളല്ല അതിൽ പറയുന്നത്. BJP NDA എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. കേരളത്തിൽ മുഴുവൻ ആ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്തിനാണ് BJP ചേർന്നതെന്നറിയോ? NDA എന്ന മുന്നണിയേക്കാൾ കേരളത്തിൽ സ്ട്രോങ് ആയിട്ടുള്ളത് BJP എന്ന പാർട്ടിയാണ്. NDAക്ക് വോട്ട് കിട്ടില്ല, കിട്ടുന്നത് BJPക്കാണ്. അവിടെയാണ് 2020-യും BDJS ഒക്കെ പരാജയപ്പെട്ടു വന്നത്. BDJS-നോ 2020-ക്കോ അങ്ങനെയുള്ള പാർട്ടികൾക്കോ NDA-യിലെ ഘടകകക്ഷികൾക്കോ ആകർഷിക്കാൻ കഴിയാത്ത വോട്ടുകൾ BJPക്ക് ഒറ്റയ്ക്ക് ആകർഷിക്കാൻ കഴിയും. അവിടെ BJP തങ്ങളുടെ സീറ്റുകൾ, B ക്ലാസ് മണ്ഡലങ്ങൾ എന്നൊക്കെ പറയുന്ന സീറ്റുകൾ എടുത്ത് വെറുതെ കൊടുക്കുകയാണ്